വിയ്യൂർ അതിസുരക്ഷാ ജയിലാണ് ഇപ്പോൾ വാർത്തകളിലൊക്കെയും ഇടം പിടിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയ്യൂർ അതിസുരക്ഷാ ജയിലിലേക്കാണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ എത്തിച്ചിരിക്കുന്നത്. ഈ അതിസുരക്ഷയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ പറയാം. അതിനു മുൻപ് ഇവിടെ മട്ടൻ കറിയിൽ കഷ്ണം കിട്ടാത്തതിൻ്റെ പേരിൽ സംഘർഷം നടന്നിട്ടുള്ള ഇടമാണ് അതിസുരക്ഷാ ജയിലെന്ന് എത്ര പേർക്കറിയാം? സംഭവം നടക്കുന്നത് 2023 നവംബർ 5-നാണ്. അതിസുരക്ഷാ ജയിലിൽ ഏകാന്തവാസമാണ്, പുറത്തിറക്കില്ല, ആരെയും കാണാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും അന്ന് 25 തടവുകാർ ഒരേ സമയം സെല്ലിന് പുറത്തിറങ്ങി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനി അടക്കമുള്ള കൊടും ക്രിമിനലുകൾ ഈ ജയിലിലെ ജീവനക്കാരെ ആക്രമിച്ച ശേഷം അരമണിക്കൂറോളം അതിസുരക്ഷാ ജയിലിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുകയായിരുന്നു ഇവർ. ഓഫീസിലെ ഫർണിച്ചർ അടിച്ചു തകർത്തു. കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് തലേന്ന് വിളമ്പിയ മട്ടൻ കറിയിൽ കഷ്ണം കുറഞ്ഞു പോയി എന്നതിന്റെ പേരിലാണത്രേ ഈ തടവുകാർ പ്രകോപിതരായതും ആക്രമണം നടത്തിയതും എന്നുമാണ് അധികൃതർ അന്ന് പറഞ്ഞത്. വിയ്യൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് പിന്നെ അവിടെ സ്ഥിതി ശാന്തമാക്കിയത്. ഈ സംഭവം ഉണ്ടായതോടെ ഉദ്യോഗസ്ഥർ ഒരു കടുത്ത തീരുമാനമെടുത്തു. അത് മറ്റൊന്നുമല്ല, ഈ അതിസുരക്ഷാ ജയിലിൽ നിന്ന് കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അതായത് സുരക്ഷ കുറഞ്ഞ ജയിലിലേക്ക് മാറ്റി. 3 വർഷമായുള്ള കൊടിസുനിയുടെ ആവശ്യമാണ് അങ്ങനെ നിറവേറ്റപ്പെട്ടത്. ഈ സംഭവമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എന്തുകൊണ്ടാണ് ഗോവിന്ദചാമി എന്ന കൊടും കുറ്റവാളിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് എന്ന് പറയാം. ഈ കണ്ണൂരിലേതുപോലെ വിയ്യൂരിൽ നിന്ന് ജയിൽ ചാട്ടം അത്ര എളുപ്പമല്ല. ഈ ഭീകരവാദികളെ അടക്കം കൊടും കുറ്റവാളികളെ പാർപ്പിക്കാൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ കെട്ടിടമാണ് വിയ്യൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന അതിസുരക്ഷാ ജയിൽ. 2019 ജൂലൈ 3-നാണ് അതിസുരക്ഷാ ജയിലിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആകെ 192 സെല്ലുകളാണ് ഇവിടെയുള്ളത്. അതായത് 600 തടവുകാരെ പാർപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ 125 കൊടും കുറ്റവാളികളെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സെല്ലുകൾക്കുമുണ്ട് പ്രത്യേകത. 4.2 മീറ്ററാണ് സെല്ലുകളുടെ ഉയരം. സെല്ലിൽ ഫാനും കട്ടിലും ശുചിമുറിയുമുണ്ട്. കൂടാതെ മുഴുവൻ സമയവും CCTV ക്യാമറയുടെ നിരീക്ഷണവും ഉണ്ടാകും. ഇവിടെ അന്തേവാസികൾക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല. ഭക്ഷണത്തിനും പുറത്തിറങ്ങാൻ അനുവാദമില്ല. ഈ നേരിട്ട് സെല്ലിൽ ഭക്ഷണം എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ഇനി സെല്ലിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റുമുള്ള മതിൽ, ഇതിന് മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുത വേലി, മതിലിന് പുറത്താകട്ടെ 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവർ എന്നിവയാണുള്ളത്. കൂടാതെ 24 മണിക്കൂറും നിരീക്ഷണത്തിന് ആയുധധാരികളുമുണ്ട്. ഈ വിയ്യൂർ സെൻട്രൽ ജയിൽ കോമ്പൗണ്ടിലെ 9 ഏക്കറിലാണ് അതിസുരക്ഷാ ജയിൽ നിർമ്മിച്ചിരിക്കുന്നത്. 3 നില കെട്ടിടമാണ് ഇവിടെയുള്ളത്. സ്കാനറിലൂടെ കടന്ന് വിരൽ പഞ്ചിങ് നടത്തിയാണ് തടവുകാരെ ജയിലിനകത്ത് പ്രവേശിപ്പിക്കുക. ഈ സന്ദർശകർക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് തടവുകാരെ കാണാൻ അവസരമൊരുക്കുക. അപ്പോൾ ഇനി ഗോവിന്ദചാമിക്ക് ആരെയും കാണാതെ മിണ്ടാതെ ഏകാന്തവാസമാണ് വിയ്യൂരിൽ.